ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ കീം ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് പലരും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും അതേപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് തുടങ്ങുന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ കീം എന്ന് പറയുന്നത് നമുക്ക് എഞ്ചിനീയറിംഗിന് മാത്രമല്ല അല്ലെ, ഇപ്പൊ ബി ഫാമിനുണ്ട്, ആർക്കിടെക്ചറിനുണ്ട്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ ഉണ്ട്. അപ്പൊ ബി ഫാമിന്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടേ ഉള്ളൂ. ആർക്കിടെക്ചറിന്റെ മാർക്ക് ആഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഓരോരോ സ്റ്റേജ് പ്രൊസീജിയർ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരിക. അതേപോലെ തന്നെ ഇപ്പൊ പല റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒരുമിച്ച് തന്നെയായിരിക്കും, അല്ലെങ്കിൽ വിവിധ പല ആദ്യം ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പിന്നീട് അടുത്തത് ആ രീതിയിലും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്നാലാണ് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറെ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണം. കൃത്യമായിട്ട് എന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും അസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ആൻസർ ഇതാണ്, നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാം എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എവിടേക്കാണ് സെന്ററുകൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഈ ഫെസിലിറ്റേഷൻ സെന്ററുകൾ വഴി വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത്, എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാമോ? അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത് എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് പോയി ജോയിൻ ചെയ്യാം എന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് മാത്രം നിങ്ങൾ കൊടുക്കാം. ഓക്കെ, കാരണം നമുക്കിപ്പം പറയാൻ പറ്റില്ല, നമ്മളിപ്പോ കൊടുക്കുന്ന അനുസരിച്ച് അതിന്റെ സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പില്ല. പക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് എവിടെ കിട്ടിയാലും അവിടെ നമ്മൾ പോയി ജോയിൻ ചെയ്യാൻ തയ്യാറായിരിക്കണം. പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിൽ നമ്മളുടെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെ വന്നോ അവിടെ നമ്മൾ ജോയിൻ ചെയ്യണം, പിന്നീട് അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കോളേജുകൾ മാത്രം നമ്മൾ ഓപ്ഷൻസിൽ വെക്കുക. എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അടുത്ത ചോദ്യം, ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫീ ഉണ്ട്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്കൊരു ഫീ ഉണ്ട്. അപ്പൊ ആ ഒരു ഫീസ് നമ്മൾ അടയ്ക്കണം. അതിനുശേഷം നമുക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫീസ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതായത് നമ്മളുടെ കോഴ്സ് ഫീയിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഇനി ഒരു പക്ഷേ നമ്മൾ അലോട്ട്മെന്റ് നമുക്ക് കിട്ടിയിട്ടും നമ്മൾ പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ അതൊരു പെനാൽറ്റി ആയിട്ട് കണക്കാക്കും, നമുക്ക് റീഫണ്ട് കിട്ടില്ല. ഇനി നമുക്ക് ഒരു കോളേജിലും നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കത് റീഫണ്ട് കിട്ടും. പിന്നെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിന് അനുസരിച്ച് ഫീസ് കൂടും. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീസ് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആദ്യത്തെ അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ചാൻസ് ഉണ്ടോന്നുണ്ട്. തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും അടുത്ത അലോട്ട്മെന്റിൽ നമുക്ക് എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മളെ പരിഗണിക്കുന്നതായിരിക്കും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് നമ്മൾ കിട്ടിയ സ്ഥലത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് എഗെയിൻ നമുക്ക് സാധ്യതയുണ്ട് നമ്മളുടെ ഹയർ ഓപ്ഷൻസ്. ഞാൻ പ്രത്യേകം പറയാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ നമ്മൾ വെച്ചിട്ടുള്ള ഓപ്ഷൻസിലേക്ക് ഒന്നും തന്നെ നമുക്ക് പിന്നീട് അലോട്ട്മെന്റ് കിട്ടില്ല, അഡ്മിഷൻ നമുക്ക് കിട്ടില്ല. അതിന്റെ മുകളിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ഹയർ ഓപ്ഷൻസ് എന്നാണ് അതിനെ പറയുക. ഹയർ ഓപ്ഷൻസിലേക്ക് മാത്രമേ നമ്മൾ വീണ്ടും പരിഗണിക്കുകയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഓപ്ഷൻസ് മാറ്റാനും പുതിയ കോളേജസ് ആഡ് ചെയ്യാൻ അങ്ങനെ ഒന്നും ചെയ്യാനും സാധിക്കില്ല. ഓക്കെ, ഏതെങ്കിലും പുതിയ കോഴ്സ് അതിന് ശേഷം വരികയാണെങ്കിൽ മാത്രമേ അതിന് ഓപ്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് വീണ്ടും ഞാൻ ഇത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടും പിന്നെയും സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളൊരു 12 ഓപ്ഷൻ കൊടുത്തു, അതിൽ 8ാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ 9, 10, 11, 12 നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ പിന്നെ വാലിഡ് ആയിരിക്കില്ല. 8ന് മുകളിലേക്കുള്ള 1 മുതൽ 7 വരെയുള്ള ഓപ്ഷൻസിൽ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ അതായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, ഇനിയിപ്പൊ നമുക്ക് വേറെ എവിടേക്കും മാറാൻ താല്പര്യമില്ല, ആ കോളേജിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ ഹയർ ഓപ്ഷൻസിൽ എവിടെയെങ്കിലും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം നിൽക്കുന്ന കോളേജിൽ നിന്ന് മാറി നമ്മൾ അവിടെ പോയി ചേരുകയും വേണം.
പിന്നെ നമുക്ക് ആദ്യത്തെ കോളേജ് തന്നെ മതിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്താൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വീണ്ടും വീണ്ടും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി പിന്നീട് കോളേജ് മാറാൻ പറ്റുമോ, ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കോളേജ് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമുക്ക് കൂടുതൽ ഫീസ് വരുന്നുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് അതായത് ഫീസ് സെയിം ഫീസ് ആണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്യും. ഓക്കെ, ഒരു കോളേജ് മാത്രമായിട്ട് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റുമോ, ഒരു കോളേജ് ഒരു ഓപ്ഷൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സ് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അത് എപ്പോഴും ഒരു റിസ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഇത് കാണുന്നത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ്. അപ്പൊ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ് ആയിരിക്കില്ല ഈ വർഷം. കുട്ടികളുടെ ചോയ്സ് വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഒരു കോളേജ് ഒറ്റ കോഴ്സ് മാത്രം കൊടുക്കുക എന്നുള്ളത് എപ്പോഴും റിസ്ക് ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കാം, നമുക്ക് ആഗ്രഹമുള്ള കോളേജിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷത്തെ 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ആയിരിക്കുമോ ഈ വർഷവും വരിക എന്നുള്ളത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളും എവിടെ കിട്ടും, നമ്മുടെ റാങ്ക് വെച്ച് എവിടെ കിട്ടും എന്നുള്ള ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് റെഫർ ചെയ്യാൻ, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് റെഫർ ചെയ്യാനാണ് പറയാറുള്ളത്. പക്ഷെ അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ചോയ്സിനനുസരിച്ചിട്ടാണ് അവിടെ നമുക്ക് ഈ പറഞ്ഞ അലോട്ട്മെന്റുകൾ വന്നിട്ടുള്ളത്. പക്ഷെ ഈ വർഷം അങ്ങനെ ആവണമെന്നില്ല. കാരണം പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ ഓരോ കോഴ്സുകൾക്കുള്ള കുട്ടികളുടെ ചോയ്സിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നല്ല റാങ്ക്, ഹയർ റാങ്ക് വന്നവർ ആദ്യം പ്രിഫർ ചെയ്തിരുന്ന കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഈ വർഷം അത് മാറിയിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ മറ്റ് മെക്കാനിക്കലും സിവിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുട്ടികൾ മാറി ചിന്തിക്കാം. അപ്പൊ അതിനനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും. ഏകദേശം ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോ കഴിഞ്ഞ വർഷം ഒരു 1000-ൽ താഴെ അല്ലെങ്കിൽ 2000-ൽ താഴെ വന്ന ഒരു കോളേജിൽ ഇപ്രാവശ്യം 10,000-ഓ 15,000-ഓ കടന്ന റാങ്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ കൃത്യമായി ആ ഒരു ഇതിൽ വന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് വെച്ചിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു കോളേജിലായോ ഈ റാങ്ക് ഇതിവിടെ കിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഏകദേശം അതിന്റെ ഒരു അടുത്തുള്ള റാങ്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹോപ്പിനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കുറെ പേര് ചോദിച്ചിട്ടുള്ളത് ഫീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഗവൺമെന്റ് കോളേജിലും അതേപോലെ തന്നെ ഈ IHRD കോളേജുകളിൽ അതേപോലെ പ്രൈവറ്റ് കോളേജിലൊക്കെ ഗവൺമെന്റ് സീറ്റിൽ ഫീസ് എത്രയായിരിക്കും എന്നുള്ളത്. അപ്പൊ അത് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിന് മുന്നായിട്ട് നമുക്ക് കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഓരോ ഫീസും കൃത്യമായിട്ട് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എത്ര അലോട്ട്മെന്റ് ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാവും. അതിനുശേഷം ഒരു പക്ഷേ പിന്നെയും നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ ഒരു അലോട്ട്മെന്റുകളിലേക്കും കൂടെ പോവാം. പിന്നെ അതിനുശേഷം സ്പോട്ട് അലോട്ട്മെന്റ് നടത്താറുണ്ട് ഗവൺമെന്റ് കോളേജസിലൊക്കെ. ബാലൻസ് വരുന്ന സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെന്റ്, ഗവൺമെന്റ് സീറ്റിലേക്ക് സ്പോട്ട് അലോട്ട്മെന്റ് നടത്താറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് മാസങ്ങൾ എടുത്തിട്ടാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ കുറെ വന്ന ഡൗട്ട്സ് ഒരുമിച്ച് നോക്കി എടുത്തിട്ടാണ് ഇപ്പൊ കുറെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. കാരണം ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ഈ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ അതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി തയ്യാറെടുക്കുക. താങ്ക് യു.